ഹായ് മക്കളെ, ജെയ്മെയിൻ 2025 ഫേസ് 1 റിസൾട്ട് വന്ന സമയത്ത് ഇതുവരെ മറ്റാർക്കും അവകാശപ്പെടാൻ വേണ്ടി പറ്റാത്ത റിസൾട്ടാണ് മൂന്നാമത്തെ വർഷത്തിൽ തന്നെ സൈലത്തിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ സൈലത്തിലെ ഓരോ അധ്യാപകൻ്റെയും മറ്റ് സ്റ്റാഫുകളുടെയും കഠിന പ്രയത്നം തന്നെയാണ് അതിന് പിന്നിൽ നമുക്ക് നിസ്സംശയം പറയാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 2026 അതായത് അടുത്ത വർഷത്തേക്കുള്ള ജെയ്മെയിൻ അതോടൊപ്പം തന്നെ ജെയ് അഡ്വാൻസ്ഡ് കീം എന്ന് വേണ്ട എല്ലാ എൻട്രൻസ് ബാച്ചുകളെയും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചായിട്ടുള്ള ധീര ബാച്ചിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ധീര ബാച്ച്? ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചാണ്. എന്താണ് ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് വീട്ടിൽ നമ്മുടെ റൂമിലിരുന്ന് നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് അച്ഛൻ്റെ സ്നേഹവും അമ്മമ്മയുടെയും അച്ഛൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് ഒന്നാമത്തെ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് സെൽഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കും. അതായത് ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ സെൽഫ് വർക്ക്. അപ്പോൾ സെൽഫായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പ്രോബ്ലം സോൾവ് സ്കില്ലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓൺലൈൻ ധീര ബാച്ച് നമുക്ക് കിട്ടും. കാരണം നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട സമയം അതൊക്കെ നമുക്ക് ഒരുപാട് ലാഭമാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ധീര ബാച്ചിൻ്റെ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഡെയിലി നമുക്ക് മാക്സിമം 6 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതായത് ഫിസിക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ കെമിസ്ട്രി ഉണ്ടാവും, മാത്സ്. ഓക്കെ, ഈ 3 സബ്ജക്റ്റുകളായിട്ട് 6 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അത് ലൈവായിട്ടായിരിക്കും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്തത്, ഈ ലൈവ് കണ്ടൻറ്റ് തന്നെ അവിടെ റെക്കോർഡാകപ്പെടുന്നുണ്ട് എന്നതിലുപരി നമുക്ക് മറ്റൊരു ഫാക്കൽറ്റിയുടെ റെക്കോർഡഡ് കണ്ടൻറ്റും പേൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നതാണ് നമുക്ക് അടുത്തതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലത്തിൻ്റെ DPPs ആണ്. അതായത് നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ പേളിലുള്ള ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ്ലി PYQs ആയിരിക്കും, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കീമിൽ നിന്നും തുടങ്ങി ജെയ്മെയിൻ അതോടൊപ്പം തന്നെ ജെയ് അഡ്വാൻസ്ഡ് വരെയുള്ള PYQs ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അതിൽ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ലൈവ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ പേൾ വേർഡിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് നമ്മൾ DPPയിലുള്ള ക്വസ്റ്റ്യൻസ്. ഈ DPPയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ചില ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കീം മുതൽ ജെയ്മെയിൻ അതോടൊപ്പം തന്നെ ജെയ് അഡ്വാൻസ്ഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതൊരിക്കലും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റ്സിലും സൈലം അതെന്താവുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2025 വരെയുള്ള എല്ലാ PYQസും ഞങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ട് അതിൽ നിന്നും ഹാൻഡ് പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് AI ഗുരുവും അതോടൊപ്പം തന്നെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. അപ്പോൾ എന്താണ് AI ഗുരു? നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, ആപ്പിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ടിന് AI നിങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. അപ്പോൾ അതിൽ ആഡ് ഓൺ ഡൗട്ടുകളും AI തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി തരും. പിന്നെ ഇൻഫൈനറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇൻഫൈനറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം ഒരു എക്സാം നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് 30 മാർക്കിൻ്റെ അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസുള്ള ഒരു എക്സാം നിങ്ങൾക്ക് എഴുതണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളവിടെ അടിച്ചു കൊടുക്കുകയാണ് 30 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പേപ്പർ വരികയും നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് ഒരു എക്സാമൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇനി നമുക്ക് വളരെ എടുത്ത് പറയാനുള്ളതാണ് സൈലത്തിൻ്റെ എക്സാംസ്. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും എക്സാം എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് എക്സാം എഴുതി ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിൽ സൈലത്തിൻ്റെ എക്സാംസിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള സംഗതികളാണ്, ഒന്ന് GIB അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലും അതോടൊപ്പം തന്നെ AITS ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. എന്താണ് GIB? ഓൾ കേരള ലെവലിൽ നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി സൈലം നടത്തുന്ന എക്സാമാണ് GIB. അതിൽ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് അതൊരു പെയ്ഡ് എക്സാമാണ്, പക്ഷേ ധീര ബാച്ചിലെ കുട്ടികൾക്ക് അതൊരു ഫ്രീ എക്സാമാണ്. അപ്പോൾ GIB നമ്മൾ നടത്തുന്നത് CBT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നമുക്കറിയാം ആക്ച്വൽ JEE മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ GIBs എഴുതുന്നത്. ഒരു പക്ഷേ നിങ്ങൾ GIB എഴുതുന്ന അതേ കമ്പ്യൂട്ടർ സെൻറ്ററിലായിരിക്കും നിങ്ങളുടെ ആക്ച്വൽ JEE എഴുതുന്നത് എന്ന് നമ്മളെ കൂടുതൽ അത് സഹായിക്കും. ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുന്നു വിചാരിക്കുക. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യമേ നമ്മൾ GIB ത്രൂ CBT എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ AITS ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്, നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളുടെ റാങ്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ AITS എന്ന് പറഞ്ഞ എക്സാം നമ്മളവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി മുൻ വർഷങ്ങളിൽ കുട്ടികളിൽ നിന്നും ഏറ്റവും ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സൈലത്തിൻ്റെ പ്രോഗ്രാംസ് ആയിരുന്നു LMRP, അതായത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. അത് 2 ഫേസുകളിലായിട്ടാണ് നടക്കുക. ഒന്ന് JEE ഫേസ് 1 മുമ്പും അതോടൊപ്പം തന്നെ ഫേസ് 2 മുമ്പായിട്ട്. അതൊരു പെയ്ഡ് കോഴ്സാണ്, പക്ഷേ ധീര ബാച്ചിലെ കുട്ടികൾക്ക് അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിന് സെപ്പറേറ്റ് മറ്റ് ക്വസ്റ്റ്യൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് നമുക്ക് നടക്കുന്ന ക്രാഷ് കോഴ്സ്, അതും എന്താണ് ഒരു പെയ്ഡ് കോഴ്സാണ്, പക്ഷേ ധീര ബാച്ചിലെ കുട്ടികൾക്ക് അത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ധീര ബാച്ചിൻ്റെ DPP, അതോടൊപ്പം തന്നെ 2 LMRPകളുടെ പിന്നെ ക്വസ്റ്റ്യൻസ്, ഇതിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ JEE ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മക്കളെ, കമ്മിങ് ധീര ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. നമ്മൾ എത്ര നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയോ അത്രയും നമുക്ക് സമയം കിട്ടും, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം, കൂടുതൽ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ബാക്ക്ലോഗ്സിനെ കുറിച്ചുള്ള ഭയവും നമുക്ക് എന്താക്കാം, ഒഴിവാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് കറക്റ്റായിട്ടുള്ള സമയം, ഇതാണ് കറക്റ്റായിട്ടുള്ള അവസരം. ഈ അവസരം ഉടനെ തന്നെ നിങ്ങൾ മുതലെടുക്കുക. അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുക. ചിലപ്പോൾ ഈ ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് കാണാം.